ഏതൊരു ശുഭകാര്യം തുടങ്ങുന്നതിന് മുൻപും ഗണപതി പൂജ ചെയ്യുകയോ ഗണപതിയെ ഭജിക്കുകയോ ചെയ്യുക എന്നത് നാം തുടർന്ന് വരുന്നൊരു സമ്പ്രദായമാണ്. വിഘ്നങ്ങളകറ്റി മംഗളകരമായി കാര്യങ്ങൾ തീർപ്പാക്കുവാനാണ് വിഘ്നേശ്വരനെ പൂജിക്കുന്നത് എന്നതാണ് ഇതിനുള്ള വിശദീകരണം. കാര്യം സത്യമാണെങ്കിലും പൂർണ്ണമായും അത് മാത്രമല്ല കാരണമെന്ന് പുരാണങ്ങൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷയെ നാദഭാഷയെന്നും ദേവീ ദേവന്മാരുടെ ഭാഷയെ പ്രകാശഭാഷയെന്നും പുരാണങ്ങളിൽ വിലയിരുത്തുന്നു. മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷയായ നാദഭാഷ മനസ്സിലാക്കാൻ കഴിവുള്ള ഏകദേവനായി കണക്കാക്കുന്നത് ഗണപതി ഭഗവാനെയാണ്. ആയതിനാൽ തന്നെ മനുഷ്യഭാഷയായ നാദഭാഷയെ രൂപാന്തരപ്പെടുത്തി ദേവീദേവന്മാരുടെ ഭാഷയായ പ്രകാശഭാഷയാക്കി മാറ്റി ദേവസമക്ഷം എത്തിക്കുന്നതിന് ഏറ്റവും കഴിവുള്ള ദേവനായാണ് ഗണപതിയെ കണക്കാക്കുന്നത്. അതിനാലാണ് ആദ്യം ഗണപതി പൂജ എന്നൊരു ചിട്ട ഉരുത്തിരിഞ്ഞു വന്നത്. മൂലം പൊരുളായ പ്രണവമന്ത്രം, അതായത് ഓം എന്ന ശബ്ദം മനസ്സിലാക്കാൻ ചില മഹർഷിമാർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നും അതിനെ ശ്രാവ്യമായി മനസ്സിലാക്കുന്ന രീതിയിൽ പ്രസ്താവിച്ചത് ഗണപതി ഭഗവാൻ ആണെന്നും ഉപനിഷത്തുകൾ പറയുന്നു. ഗണപതിയെ വാഗ്പതി എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നതിനുള്ള കാരണവും ഇതാണ്.